ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസ് വേൾഡ്. നമ്മളൊന്നൊരു ട്രിപ്പ് പോവുകയാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുള്ള വരിക്കാശ്ശേരി മനയിലേക്കാണ്. ഇന്ന് എൻ്റെ കൂടെ ഫാമിലി ഇവിടെ ഉണ്ട്. ക്യാമറ എടുക്കുന്നത് മകളാണ്, ക്യാമറ വുമൺ. മകളായതുകൊണ്ട് ക്യാമറ വുമൺ ആണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോൾ കോഴിക്കോടാണ് ഉള്ളത്. കോഴിക്കോട് നിന്ന് പോകാൻ 2 റൂട്ടുണ്ട് ഇവിടെ. ഒന്ന് നമ്മൾ സാധാരണ പോകുന്ന പോലെ കോഴിക്കോട് മഞ്ചേരി, പെരിന്തൽമണ്ണ, ചെർപ്പുളശ്ശേരി ആ വഴി പോയിട്ട് ഒറ്റപ്പാലത്തുന്ന വഴിയുണ്ട്. ഇപ്പോൾ NH66 വന്നതോടുകൂടി 6 വരിപ്പാത വന്നതോടുകൂടി നമുക്ക് ആ വഴിയും പോകാം. ആ വഴി നേരെ പോയി കഴിഞ്ഞിട്ട് വളാഞ്ചേരി എക്സിറ്റ് ഇറങ്ങി കൊപ്പം, വാണിയംകുളം ആ വഴിക്കും നമുക്ക് പോകാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ 6 വരിപ്പാതയിലൂടെ പോകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 15 കിലോമീറ്ററോളം ലാഭിക്കാം. മാത്രമല്ല സുഖമായി പോവുകയും ചെയ്യാം. 6 വരിപ്പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ കൂരിയാട് എത്തിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൽ ഇറങ്ങണം. നമുക്കറിയാം കൂരിയാട് റോഡ് തകർന്നു പോയ ഭാഗമാണ്. അവിടെ ഇപ്പോൾ തകർന്ന റോഡിൻ്റെ മണ്ണുകളൊക്കെ മാറ്റി പില്ലർ വാർത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത്. അതിൻ്റെ പില്ലറുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡിൽ ഇറങ്ങിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ഒരു ടാങ്കർ ലോറി ചെറുതായിട്ടൊന്ന് കൈവരിയിൽ മുട്ടിയിട്ടുണ്ട്. ഡ്രൈവറോട് ഉറങ്ങിപ്പോയതിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും സർവീസ് റോഡിലേക്ക് കയറി. പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നമ്മൾ ഗൾഫിലൊക്കെ കാണുന്ന പോലുള്ള റോഡാണ്. നിയമം കറക്റ്റ് പാലിച്ചു പോവുകയാണെങ്കിൽ ഒരു അപകടവും ഉണ്ടാവുകയില്ല. നമുക്ക് സുഖമായി പോകാം. അങ്ങനെ വളാഞ്ചേരി എക്സിറ്റ് എത്തി നമ്മൾ എക്സിറ്റ് ഇറങ്ങി. അങ്ങനെ നമ്മൾ കൊപ്പം കഴിഞ്ഞ് പാലക്കാട് ജില്ലയിലെത്തി കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഒരു ചേട്ടൻ അവിടെ എന്തോ വിൽക്കുന്നുണ്ട്. എന്താണെന്നറിയാൻ നോക്കിയപ്പോൾ നല്ല ബ്രാല്, 2-3 പേരുണ്ട് പല സ്ഥലത്ത്. കിലോന് 400 രൂപയാണ്. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴേക്കും കേടായി പോകുന്നതിനാൽ ഞങ്ങളത് വാങ്ങിയില്ല. ഒറ്റപ്പാലത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ റോഡിൻ്റെ ഇരു സൈഡിലും കണ്ണെത്താ ദൂരത്ത് പാടമാണ്. എന്ത് ഭംഗിയാണെന്നറിയത് കാണാൻ. അങ്ങനെ നമ്മൾ വാണിയംകുളത്തെത്തി. വാണിയംകുളത്ത് നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ നിന്നും വലത്തോട്ടേക്കൊരു പോക്കറ്റ് റോഡുണ്ട്. ആ പോക്കറ്റ് റോഡിൽ നിന്ന് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഈ വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ വരിക്കാശ്ശേരി മന എത്തിയിട്ടോ. ഇവിടെ പ്രവേശന ഫീസ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടാണ് വാങ്ങുന്നത്. നമ്മൾ വരിക്കാശ്ശേരിയുടെ സൈഡിലൂടെയാണ് വാഹനങ്ങളൊക്കെ പോവുക. ചില സിനിമയിലൊക്കെ മുൻവശത്തുകൂടി വാഹനം വരുന്നത് കാണാം. അത് ഷൂട്ടിങ്ങിന് മാത്രം ചെയ്യുന്നതാണ്. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു മനയാണിത്. ഏകദേശം 112 വർഷം മുമ്പ് രവി നമ്പൂതിരിപ്പാട് എന്നറിയപ്പെടുന്ന ഒരു ബ്രാഹ്മണ കുടുംബമാണ് ഇവിടെ താമസിച്ചിരുന്നത്. വരിക്കാശ്ശേരി മനയുടെ ഇടതുവശത്തായിട്ട് 3 നിലയുള്ള പത്തായപ്പുര ആണ് ഈ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ 3ാമത്തെ നിലയിലാണ് ഇവിടെയുള്ള പണിക്കാരൊക്കെ പണ്ട് താമസിച്ചിരുന്നെന്ന് പറയപ്പെടുന്നു. ഈ വരിക്കാശ്ശേരി മന ഒരു 4 കെട്ടാണ്. ഇതിൻ്റെ മുൻവശത്ത് കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച ഭാഗം മന ഉണ്ടാക്കിയതിന് 30 വർഷത്തിന് ശേഷം കൃഷ്ണൻ നമ്പൂതിരി എന്ന ശില്പിത്തമ്പുരാൻ പുനർനിർമ്മിച്ചതാണ്. തീർത്ഥം എന്ന മലയാള സിനിമയാണ് ഇവിടെ ആദ്യം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ദേവാസുരം, വല്യേട്ടൻ, കഥാനായകൻ, രാപ്പകൽ, തൂവൽ കൊട്ടാരം, പല്ലാവൂർ ദേവനാരായണൻ, ബാബ കല്യാണി, അങ്ങനെ ഒരുപാട് സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയുടെ തറവാട് എന്നാണ് അറിയപ്പെടുന്നത്. ദേവാസുരത്തിലും രാവണപ്രഭുവിലൊക്കെ ലാലട്ടൻ ഇരിക്കുന്ന കസേര പോലുള്ളൊരു കസേര അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അതേപോലത്തെ ഒരു കസേരയാണ്, അതാണെന്ന് ഉറപ്പില്ല. പക്ഷെ അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വൻ തിരക്ക്. പൂമുഖത്തു നിന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ എത്തുന്ന സ്ഥലമാണ് ഈ നടുമുറ്റം. നമ്മൾ ഇതും ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിന് പടിഞ്ഞാറ്റിനിയ എന്നാണ് പറയുന്നത്. പണ്ടുള്ള നമ്പൂരിമാർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുറുക്കാനും വർത്താനം പറഞ്ഞിരിക്കാനൊക്കെയുള്ള ഒരു സ്ഥലമാണിത്. അവിടെ നമുക്ക് അകത്ത് കയറി എല്ലാ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നതാണ്. കിച്ചണിൽ പണ്ട് കാലത്തെ അടുപ്പൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ കാണാത്തൊരു സാധനമാണ് ആട്ടുകല്ല്. കിച്ചണോട് കൂടി തന്നെ നമുക്കവിടെ നല്ലൊരു കിണർ കാണാം. ഇപ്പോഴും നല്ല വെള്ളം ഉണ്ട്. പാതാളക്കരണ്ടി ഉപയോഗിച്ചാണ് തോന്നുന്നു വെള്ളം കോരുന്നത്. പക്ഷേ ബക്കറ്റും കയറും അവിടെ ഉണ്ടായിരുന്നില്ല. നല്ല ക്ലിയർ വെള്ളമാണ്. മച്ചിൻപുറത്തേക്ക് കയറുന്ന ഏണിയാണിത്. മച്ചിൻപുറത്ത് കയറി നോക്കിയപ്പോൾ 5-6 തേങ്ങ അവിടെ ഉണ്ട്. എപ്പം വെച്ചതാണെന്ന് അറിയില്ല. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വലതു ഭാഗത്തേക്ക് കുറച്ച് അങ്ങോട്ട് മാറിയാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. അർദ്ധവൃത്താകൃതിയിലുള്ള കുളമാണ്. അതിനടുത്ത് തന്നെ കുളക്കടവുമുണ്ട്. ഇപ്പോൾ അവിടെ പൂട്ടിയിട്ടതാണ്. ഷൂട്ടിങ്ങിനൊക്കെ തുറന്നു കൊടുക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കാഴ്ചകളെ കണ്ട് നമ്മളവിടുന്ന് നേരെ പാലക്കാടേക്ക് മടങ്ങി. അടുത്ത വീഡിയോയിൽ നമുക്ക് പാലക്കാട് വിശേഷങ്ങൾ കാണാം.